हरि ओम। रामाय रामभद्राय रामचंद्राय से रघुनाथाय नाथाय सीताय पतये नमः। SPYS NYC മലയാളം ഓൺലൈൻ നടത്തി വരുന്ന രാമായണ പാരായണത്തിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാമായണ പാരായണം 16-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ ഭാഗം കിഷ്കിന്ധാകാണ്ഡത്തിൽ നിന്നുള്ള ലക്ഷ്മണന്റെ പുറപ്പാട് മുതൽ അംഗദാദികളുടെ സംശയം വരെ. ഇന്ന് പാരായണം ചെയ്യാനായി എത്തിയിരിക്കുന്നവർ ശ്രീമതി ജിജി അജയകുമാർ അക്ക, ശ്രീ അജയകുമാർ അണ്ണൻ, ശ്രീമതി ഗീത ജയപ്രകാശ് അക്ക, ശ്രീമതി ആശ സുരേഷ് അക്ക, ശ്രീമതി പുഷ്പ സുരേന്ദ്രൻ അക്ക. ഇന്നത്തെ പോർഷന്റെ സാരാംശം പറയുന്നത് ശ്രീ വാസുദേവൻ അണ്ണൻ. ഇതിന്റെ പിന്നിൽ ബാക്കപ്പായി പ്രവർത്തിക്കുന്നത് ശ്രീമതി രമാ നായർ അക്ക, ശ്രീമതി ഗിരിജ ആറക്ക. ഒരിക്കൽ കൂടി ഞാൻ ഏവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സാദരം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഹരി ഓം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. പ്രീതനായാശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ, ഗച്ഛ വത്സ ത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥമവിളംബിതം വരും. ഉഗ്രനാമഗ്രജൻ എന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനേക്ഷണാൽ. അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവനുൾക്കാമ്പിലെങ്കിലതേവരൂ എന്നരുൾ ചെയ്തതു ചെന്നു പറകെന്നു ചൊന്നതു കേട്ടൊരു ബാലിതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടും അവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി കാപേയ ഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാപത്തതല്ലായിലുണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു മന്ത്രിപ്രവരനാം മാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാനങ്കദനോടു കൂടന്തികേ ചെന്നു വന്ദിക്ക സൗമിത്രിയെ.
സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടു പോരിക ശാന്തനായൊരു സുമിത്രാതനയനെ. മാരുതിയെ പറഞ്ഞവൻ അയച്ചത താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാനനെ പോകണമാശു നീ താരേ മനോഹരെ. ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം. ഇത്തമർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയും മാരുതിയും കൂടി ശ്രീരാമ സോദരൻ തന്നെ വണങ്ങിനാർ. ഭക്ത്യാ കുശല പ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തു ഭാഗേ നിന്നരുളുവാൻ അന്തഃപുരത്തിലാം മാറെഴുന്നള്ളണം. രാജധാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദം മന്ദം നടന്നിതു. യൂഥപന്മാർ മറുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടു കണ്ടാനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷ്യാം ചെന്നു. മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു താരേശ തുല്യമുഖിയായ മാനിനി. താരാ ജഗന്മോഹിനി സുന്ദരി ലക്ഷ്മി സമാനയായി നിൽക്കുന്നതന്നേരം. ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായത് ഇതെന്നറിഞ്ഞില്ലയോ. ഭക്തനായത്രയും ഉത്തമനായി തവ ഭൃത്യനായൊരു കപീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി. ചാപല്യമേറുമിജാതികൾ കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശു ഭവത്കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായ്ക വേണം. ദയാനിധേ ഭക്തപരായണ. നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു. 10 ദിക്കിന്നും കപികുലം പ്രൗഢരും വന്നു നിറഞ്ഞതു കാൺകിവിടെ പുനരൊന്നിനും ദണ്ഡമിനിയില്ല നിർണയം. നക്തഞ്ചര കുലമൊക്കെയൊടുക്കുവാൻ ശക്തരത്രേ കപിസത്തമന്മാരെല്ലാം. പുത്രകളത്രമിത്രാൻവിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും. താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്ദിച്ചു. മത്തനായി വിഹ്വലിതേക്ഷണനാം കപിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ. മിത്രാത്മജനോടു ചൊല്ലിനാൻ, നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ? വൃത്രാരിപുത്രനെ കൊന്ന ശരം ആര്യപുത്രൻ കരസ്ഥിതമെന്നു മറിക നീ. അഗ്രജമാർഗം ഗമിക്കയിലാഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു.
ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ടതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. തമരുൾ ചെയ്വതിനെന്തു കാരണം ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കപിസത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ. രാമകാര്യാർത്ഥമുണർന്നിരിക്കുന്നതു താമസമെന്നിയേ വാനരപുങ്കവൻ വിസ്മൃതനായിരുന്നീടുകയല്ലേതും വിസ്മയം അമ്മാറു കണ്ടീലയോ ഭവാൻ. വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യമശേഷേണ സാധിക്കുമാമയമെന്നിയേ വാനരനായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരെ. സുഗ്രീവനർഘ്യപാദ്യാദേന പൂജ ചെയ്തഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹമാഹന്ത രാഘവ കാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാഗ്രമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തൻ വിയോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രി മുൾക്കാമ്പഴിഞ്ഞവനോട് ചൊല്ലിയിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതുമൊക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. തിങ്കൽ പ്രണയമധികമുണ്ടാകയാൽ സങ്കടം കൊണ്ട് പറഞ്ഞത് ഞാനെടോ. വൈകാതെ പോക വനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നതുമെടോ. സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നും സുഗ്രീവനും പേരിൽ കരേറി സുമിത്രാത്മജനുമായി പേരീ മൃദംഗ ശങ്കാദിനാദത്തോടും അഞ്ജനാപുത്ര നീലാംഗദൈതാരകൽ മഞ്ജസ വാനരസേനയോടും തഥാ ചാമരശ്വേതാതപത്രവിജനാവാൻ സാമര സൈന്യാനകണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിന്നാമോദം നടന്നു കപിവരൻ. ഗഹുരധാരി ശിലാതലേ വാഴുന്ന വിപുലമാനസം ചീരാജിതനതരം ശ്യാമം ജടമുകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം. ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം. കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം കാന്തം മുതാ കണ്ടു ദുരാൽ കപിവരൻ. പേരിൽ നിന്നാശു താഴത്തിറങ്ങിയതിനാൻ വീരനായൊരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികെ വീണു പൂരിച്ച ഭക്തിയാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോട് ഗാഠം പുണർന്നിടിനാൻ. സൗഖ്യമല്ലീ ഭവാനെ നുര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലവും. സീതാന്വേഷണോദ്യോഗം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചത് നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണമാതരാൽ. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കോരു മർക്കട വീരരി കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ. നാനാസരിദ്വീപ ശൈലനിവാസികൾ പർവ്വതതുല്യ ശരീരികളേവരും വിപതേ കാമരൂപികൾ എത്രയും. ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും ഇവരിനി. കേജിൽ ഗജബലന്മാരിതിലുണ്ടു താൻ കേജിൽ ദശഗജ ശക്തിയുള്ളവരുണ്ട്. കേജിതമിത പരാക്രമമുള്ളവർ കേജിൻ മഹേന്ദ്ര സമന്മാരറിഞ്ഞാലും. കേജിൻ മഹേന്ദ്ര നീലോൽപല രൂപികൾ കേജിൽ കനക സമാന ശരീരികൾ. കേജന രക്താന്തര നേത്രം ധരിച്ചവർ കേജന ദീർഘ വാലന്മാരതാപരെ. ശുദ്ധസ്ഫടിക സംഘാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും. നിങ്കഴൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതാളമുണ്ട് പ്രതിഫലം. മൂലഫലദള പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ. ഭാവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ ഗുകുലപുങ്കവ. ദേവദേവേശ രഘുകുലപുങ്കവ ഋക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ പുഷ്കര സംഭവ പുത്രനിവനല്ലോ. കോടി ഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമിതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശ സംഭവൻ. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലതി പൂണ്ടവൻ മൈന്ദൻ വിവിധനും. കേസരി മാരുതി താതൻ മഹാബലി വീരൻ പ്രമാതി ശരഭൻ സുഷേണനും. ശൂരൻ സുമുഖൻ തതിമുഖൻ ദുർമുഖൻ
ശ്വേതൻ ബലിമുഖനും ഗന്ധമാതനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനയനാം അംഗദരിങ്ങനെ ചൊല്ലുള്ള വാനരവംശ രാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ. വേണ്ടുന്നതെന്തിവരോടരുൾ ചെയ്യുക വേണമെന്നാലിവർ സാധിക്കുമൊക്കവേ. സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു. സന്തോഷപൂർണാശ്രുനേത്രാംബുജത്തോടും അന്തർഗതമരുൾ ചെയ്തിതു സാദരം. മൽകാര്യ ഗൗരവം നിന്തലേ നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുക്ഷ നീ. ജാനകീ മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരനയച്ചിതു 4 ദിക്കിങ്കലും. 100,000 കപിവീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിന് അത്യുന്നതന്മാർ പലരും പോയി തിരയണം. അങ്കദൻ ജാംബവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അത്ഭുതഗാത്രിയെ നീളെ തിരഞ്ഞങ്ങ് 30 നാളിനകത്തു വന്നിടണം. ഉൽപ്പലപത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണം. ഏണാംഗശേഖരൻ തന്നാണി നിർണയം. 4 കൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലുമെന്നയച്ചിടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനിരുന്നിടിനാൻ. ഇത്തം കവികൾ പുറപ്പെട്ട നേരത്ത് ഭക്ത്യാ തൊഴുതിതു വായുതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൽ അത്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു. മനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടുതു സഖേ. രാമനാമാങ്കിതമാം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയേ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാളവാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലും എന്നയച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്ക് നോക്കി കവി സഞ്ജയം. ലക്ഷവും വൃത്രാരിപുത്ര തനയനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനര രാജ്യപുരങ്ങളിലും തഥാ തത്ര തത്രൈവ തിരഞ്ഞതി സത്വരം നീളെ നടക്കും ദശാന്തരെ. ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പൊക്കു തിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതിക്രൂരനായൊരു നിശാചര വീരനെ കണ്ട് വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു കപിവരന്മാരെല്ലാം. നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കരഭദ്രാക്ഷിയെ കൊണ്ടുപോയോരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കപിസഞ്ജയം. ലക്ഷവും വൃത്രാരിപുത്രതനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ധൃതം നാനന നഖന ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്രൈവ തിരഞ്ഞതി സത്വരം നീളേ നടക്കും ദശാന്തരെ.
ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പൂക്കുതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായോരു നിശാചര വീരനെ കണ്ടു വേഗത്തോടടിത്തിതാരിതു ദശകണ്ഠനെന്നോർത്തു കവിവരന്മാരെല്ലാം. നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രകാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. സ്വയം പ്രഭാകൃതി അന്ധകാരണ്യമാശു പൂക്കിയിടിനാരന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും. ശുഷ്കകണ്ഠോഢതലു പ്രദേശത്തോടും മർക്കട വീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹുരം തത്ര കാണായി വിധിവശാൽ. വല്ലി തൃഷ്ണഗണച്ഛന്നമായോന്നതി ലില്ലയല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആദ്രപക്ഷ ക്രൗഞ്ചകംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം. മർക്കടന്മാരും അത് കണ്ടു കൽപ്പിച്ചാർ നല്ല ജലം അതിലുണ്ടെന്ന് നിർണയം. എല്ലാവരും നാം ഇതിൽ ഇറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണുകാണാഞ്ഞിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു പോയി ചെന്നാരതീവ ദൂരം തത്ര കണ്ടിതോ മുന്നിലമ്മാറതീതന്യദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമാനവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം. വാപികളുണ്ടോ മണിമയവാരിയാൽ പൂർണ്ണകളായ ദീപവിശുദ്ധമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു. കൽപ്പദ്രുമതുല്യമായി പീയൂഷ സാമ്യമതു ദ്രോണ സംയുക്ത പേയ ഭക്ഷ്യാന്ന സംഗീതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ട് പലതരം തത്രൈവ. വസ്ത്രൻ രത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം. മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചന വിഷ്ടരേ. ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജോല സമാപ കലർന്നതി ഭാവനയായ മഹാഭാഗയെ കണ്ടു. തൽക്ഷണേ സന്തോഷപൂർണം മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൾ. നിങ്ങൾ ആരാവുന്നതെന്നു പറയണമെങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവർ എന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടോരു വായുധനേനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തര കോസല തിങ്കൽ അയോധ്യ എന്നുത്തമമായുണ്ടൊരു പുരി ഭൂതലേ. തത്രൈവ വാണു ദശരഥനാം നൃപൻ. പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും തഥാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കണ്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകും അനുജനും വാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായി. എന്നതിഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടു വരികെന്നു. വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചതെല്ലാടവും ദക്ഷിണ ദിക്കിങ്കൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ട് ഞങ്ങളും. ദാഹം പോറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹുരം പൂക്കിതറിയാതെ. ദൈവവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങളേതും അറിഞ്ഞില്ല നേരെ അരുൾ ചെയ്യുക വേണമതും ശുഭേ. യോഗിനി താനും അതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫല മൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃത
അമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്നതു കേട്ടവർ മൂലബലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു. ചിത്തം തെളിഞ്ഞു ദേവി സമീപം പൊക്കു ബന്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവമഞ്ജസാ യോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജാ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ. മുഗ്ധേന്ദു ശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം നൽകിനാൻ ഈശ്വരൻ. ദിവ്യ സംസാരണമായുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹപുര തൽസഹി ജ്ഞാനിക നാംനാ സ്വയം പ്രഭ. സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയും എന്നോട് ചൊല്ലിനാൾ. സന്തതം നീ തപസം ചെയ്തിരിക്കടോ ജന്തുക്കൾ അത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളുമതി ക്രൂരനായിടും ദശാനനകാലം. ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരെ സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മാർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക. നാരായണ സ്വാമി തന്നെ രഘുത്തമൻ ഭക്ത്യാവരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്വരം പൂർവസ്ഥിതാടവി പൂക്കിതു. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയോടെ നടന്നു തുടങ്ങിനാർ. സ്വയം പ്രഭാസ്തുതി. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാക്കിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുസ്തുത്വാ ബഹുവിധം. ദാസീ തവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമദയാനിധേ. കാൺമതിനായി കൊണ്ടുവന്നേൻ ഇവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപതേ ശ്രീപദേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. ത്വദ്രൂപ സന്ദർശനാർത്ഥം തപോബല അദ്യൈവ നൂനം ഫലിതം തപോനിധേ. അദ്യനായോരു ഭവന്തം നമസ്യാമി വേദ്യമല്ലാരും വേദ്യനല്ലാരുമേ ഭവാൻ. ആരാലുമേ ഭവാൻ നിർണയം അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം. മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യാമരൗഖമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാനെന്തറിയുന്നതും സച്ചിന്മയം തവ തത്വം ജഗത്രയേ. കച്ചിൽ പുരുഷനറിയും സുഹൃതിനാം രൂപം തവേദം സദാ ഭാതുമാനസേ താപസാന്ത സ്ഥിതം താപത്രയാപഹം. നാരായണ തവ ശ്രീപാദ ദർശനം ശ്രീരാമ മോക്ഷൈക ദർശനം കേവലം. ജന്മ മരണഭീത നാമദർശനം സന്മാർഗദർശനം വേദാന്ത ദർശനം. പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമമ്മേ ജപിക്കായി വരേണമേ. നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്ഠഞ്ജനാർത്ഥായ തേ നമഃ. സ്വത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ തേ നമഃ.
വേദാത്മകം കാമരൂപിണമീശാനമാദിമധ്യാന്ത വിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ മർത്യവിഡംബനം ദേവതേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കിലെന്തറിയാവതും ത്വന്മായയാ പീഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരേ ദേവതിര്യൻ മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിൻമഹാമായ വിഡംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ത്വൽകഥാ പീയൂഷപാന സിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസല ഭൂപതി തന്നെ ഘോര തപോബല സിദ്ധ്യയെ നിർണയമെന്നും ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ സ്രഷ്ടാവു താൻ അപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ച് അൻപോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനിജനമെന്ന് ഒന്നും തിരിച്ചറിയാവതുമല്ലമേ യാതൊരുത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാം അവനു നിൻ പാദ പങ്കേരുകം ത്വന്മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണം അറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കവികുല സേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമഃ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചിടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം രോഗിയോടരുളി ചെയ്തു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാംക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ ഇന്നു വന്നു മമ കാംക്ഷിതമൊക്കവേ യത്ര കുത്രാപി വസിക്കിലും ത്വൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം ത്വൽപാദ ഭക്തഭൃത്യേഷു സംഘം പുനരുൾപൂവിലെപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകദാ സംഭവിച്ചിടായിക മാനസേ രാമരാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കേണമെൻ മാനസം സീതാ സുമിത്രാത്മജാൻവിതം രാഘവം പീതവസ്ത്രം ചാപബാണസാനധ്വരം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകുടകടക കടിസൂത്രഹാര മകരമണിമയ കുണ്ടല നൂപുര ഹേമാംഗദാദി വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവൻ അത് കേട്ടവളോട് ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവീ നീ ഭോഗബദര്യാശ്രമസ്ഥലേ തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും ശ്രുത്വാ രഘൂത്തമവാക്യാമൃതം മുദാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ
ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം. പൂർവം രാമതപനാദികൾ കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൈ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി നാരായണ. ഇന്നത്തെ ചുരുക്കി അതിൻ്റെ ഇത് പറയാൻ ഞാൻ, ബാലിവധത്തിന് ശേഷം സുഗ്രീവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും ശേഷം ശ്രീരാമനും ലക്ഷ്മണനും വനാന്തരത്തിൽ താമസിക്കുകയാണ്. കാലങ്ങൾ കഴിഞ്ഞുപോയി. സഖ്യം നടന്നപ്പോൾ ഉണ്ടായ വാഗ്ദാനം സീതയെ അന്വേഷിക്കാനുള്ള സാഹചര്യവും കാര്യങ്ങളും ചെയ്യാമെന്ന് സുഗ്രീവൻ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് മറന്നുപോയതായിട്ട് തോന്നുന്നു. ശ്രീരാമന് വളരെയധികം സങ്കടവും ദേഷ്യവും വന്നു. അദ്ദേഹം ലക്ഷ്മണനെ സുഗ്രീവന്റെ ഗൃഹത്തിലേക്ക് അയക്കുകയാണ്. കുപിതനായ നമ്മുടെ ലക്ഷ്മണൻ സുഗ്രീവന്റെ കൊട്ടാരത്തിനടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ വില്ല്, അതിന്റെ ഞാണൊന്ന് വലിച്ചു വിട്ടു. ആ ഞാണലി ആ പ്രദേശം മുഴുവൻ ഇളക്കി എന്നുള്ളതാണ്. അതില് വാനരന്മാര് പേടിച്ചൂടി എല്ലാവരും മലമൂത്ര വിസർജനമൊക്കെ ചെയ്ത് ആകപ്പാടെ പ്രശ്നമായി. ആ ഒച്ചകേട്ട് പേടിച്ചോടി അംഗദൻ, നമ്മുടെ ബാലിയുടെ മകനായ അംഗദന് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായി. അദ്ദേഹം ലക്ഷ്മണന്റെ അടുത്ത് ചെന്ന് വന്നിച്ച് നമസ്കരിച്ചു. ലക്ഷ്മണൻ ഇഷ്ടപ്പെട്ടു. ലക്ഷ്മണൻ പറയുകയാണ്, നീ പോയി നിന്റെ ചിറ്റപ്പനോട്, അതായത് സുഗ്രീവനോട് കാര്യങ്ങൾ പറയുക. അദ്ദേഹം സുഗ്രീവന്റെ അടുത്ത് പോയി. അവിടെ ചെന്ന് സുഗ്രീവന് വിഷയം പിടികിട്ടി. അദ്ദേഹം മദ്യപിച്ച് നല്ല കണ്ടീഷനായിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഹനുമാനെ, എല്ലാത്തിനും ഹനുമാനാണ് മുൻപിട്ട് നിൽക്കുന്നത്. ബുദ്ധിമാനായ ഹനുമാൻ അംഗദനോടൊപ്പം ലക്ഷ്മണന്റെ അടുത്ത് ചെല്ലുകയാണ്. ലക്ഷ്മണനെ സ്വാധീനിച്ച് സന്താനപ്പെടുത്തി അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക്, എന്താണ് ഇവിടെ നിൽക്കുന്നത്, അന്തഃപുരത്തിലേക്ക് വന്നുകൂടി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അന്തഃപുരത്തിലേക്ക് ആനയിക്കുകയാണ്. അന്നേരം സുഗ്രീവന്റെ പത്നിയായ താര അന്തഃപുരത്തിന്റെ അടുത്ത് തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ച് ശ്രീരാമ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ അവിടെ ഇരുത്തുകയാണ്. താര പറയുകയാണ്, വാനരന്മാരോട് ഇങ്ങനെ കോപിക്കരുത്. അവർ പല സ്വഭാവക്കാരാണ്, ചഞ്ചലരാണ്. വളരെ ദുഃഖിതരായി വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്ന വാനരര് സുഗ്രീവന് രാജ്യം കിട്ടിയതിന് ശേഷമാണ് ഒരു സുഖ അറിയുന്നത്. അതിൽ മതിമറന്ന് അവർ ജീവിക്കുകയാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് അവരെ അധികം കോപിക്കരുത്. അതായത് വാനരന്മാര് സീതാ അന്വേഷണത്തിനായി 10,000-ഓളം വാനരന്മാരെ പല ദിക്കിലേക്ക് അയച്ചിരിക്കുകയാണ്. വാനരന്മാരെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിക്കാനായിട്ട് സീതാ അന്വേഷണത്തിനായി. അവര് ഈ രാക്ഷസകുലം മുടിക്കാൻ പറ്റിയ തരത്തിലുള്ള വാനര സൈന്യം ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ്. പിന്നീട് ലക്ഷ്മണൻ സുഗ്രീവന്റെ സ്ഥലത്തെത്തി. അദ്ദേഹം
സുഗ്രീവനോട് പറയാണ്, നീ ശ്രീരാമന് കൊടുത്ത വാക്ക് മറന്നുപോയോ? ബാലിയെ വധിച്ച അമ്പ് ഇപ്പോഴും ശ്രീരാമന്റെ ആവനാഴിയിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഹനുമാൻ ലക്ഷ്മണനെ സമാധാനിപ്പിച്ച് നാനാദേശത്തു നിന്ന് വാനരപ്പടയെ പരിചയപ്പെടുത്തുകയാണ് അവരെ. അവർക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും. കാര്യം മനസ്സിലാക്കിയ ലക്ഷ്മണൻ സുഗ്രീവനും ഹനുമാനുമായി ശ്രീരാമന്റെ അടുത്തെത്തി നമസ്കരിച്ചു. ശ്രീരാമൻ സുഗ്രീവനെ സൽക്കരിച്ച് അടുത്തിരുത്തി. സുഗ്രീവൻ അപ്പോൾ ഭക്തിപൂർവ്വം ശ്രീരാമനോട് പറയുകയാണ്, ഭഗവൻ, ഇവിടെ നിൽക്കുന്ന ഈ വാനര സൈന്യത്തെ തൃക്കണ്ണുകൊണ്ടെന്ന് കടാക്ഷിക്കണം, അവർക്ക് അനുഗ്രഹം കൊടുക്കണം. അദ്ദേഹം തൃക്കണ്ണുകൊണ്ട് എല്ലാ വാനരെയും ദേശിച്ചു. അവർക്കെല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു. വാനരെ പറ്റി പ്രകീർത്തിക്കുകയാണ് സുഗ്രീവൻ. അതായത് ഇവര് പർവ്വതതുല്യരും രൂപം മാറാൻ പറ്റുന്നവരും പലരുമുണ്ട്. രാക്ഷസരെ നശിപ്പിക്കാൻ ശക്തരും അനുയോജ്യമായ വാനരപ്പട ഉണ്ട് എന്ന് ശ്രീരാമനെ ധരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഹനുമാൻ, അദ്ദേഹം ശിവാംശവും വായുപുത്രനും മഹാബലവാനും ബുദ്ധിമാനുമാണ്. പരാക്രമിയായ ഇദ്ദേഹം എൻ്റെ മന്ത്രിയാണ്. അങ്ങനെ സുഗ്രീവൻ വാനരസേനയിലെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുവാണ്. ജാംബവാൻ, ഗജൻ, ഗവായൻ, അങ്ങനെ ഓരോരുത്തരുടെയും അവരുടെ വീര്യങ്ങൾ ശ്രീരാമന് പരിചയപ്പെടുത്തിക്കൊണ്ട ശേഷമാണ് സീതാന്വേഷണത്തിന് ഓരോ ദിക്കിലേക്കും ആൾക്കാരെ വിനിയോഗിക്കുകയാണ് സുഗ്രീവൻ. അന്നേരം എല്ലാവർക്കും അദ്ദേഹം ഒരു ചേതാവിന് കൊടുത്തു. അതായത് 30 ദിവസത്തിനകം നിങ്ങൾ തിരിച്ചു വന്നില്ലെങ്കിൽ, ഇത് അന്വേഷിച്ച് തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങളെ വധിക്കപ്പെടും. സുഗ്രീവ ശാസനയാണ്. ഹനുമാൻ 1,00,000 വാനരുമായി തെക്ക് ദിശ നോക്കി പോവുകയാണ്. അതിനുവേണ്ടി വാനരടക്കം വാനരമുണ്ട്, ജാംബവാനുണ്ട്, ഗജൻ, ഗവാവൻ, അവരെല്ലാവരും കൂടെ തെക്ക് ദിശ നോക്കി പോവുകയാണ്. അന്നേരം ശ്രീരാമൻ ഹനുമാനെ അടുത്ത് വിളിച്ച് അദ്ദേഹത്തിന്റെ പേര് കൊത്തിയ മോതിരം കൊടുക്കുകയാണ്. സീതയെ കാണുമ്പം ഇത് കൊടുക്കുക, ഒരു രഹസ്യ ഒരു വാക്കും പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവര് യാത്രയായി, സീത അന്വേഷിച്ചു. അങ്ങനെ വളരെ നാളുകൾ യാത്ര ചെയ്ത് വിന്ധ്യാപർവ്വതത്തിന്റെ അടുത്തെത്തി. വനപ്രദേശത്ത് ഹനുമാനും സംഘവും തിരിഞ്ഞിരിഞ്ഞ് കൂരിരുട്ടായി, ഒന്നും കാണാൻ മേല, ഭയങ്കര വിശപ്പും ദാഹവും. അങ്ങനെ അവരൊരു ഗുഹാമുഖത്തെത്തി. അന്നേരം ഗുഹാമുഖത്തെത്തിയപ്പോഴത്തേക്കും ഈ ഗുഹയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ തോന്നി ഇവിടെ വെള്ളം കാണും. അതുകൊണ്ട് ആ ഗുഹയിൽ നിന്ന് പറന്നു വന്ന പക്ഷികളുടെ അവരുടെ പക്ഷത്തിൽ നിന്ന്, ചിറകിൽ നിന്ന് ഇറ്റ് വീണ ജലാംശം ഇവർക്ക് അതൊരു ദൃഢത കൊടുത്തു. ഇവിടെ വെള്ളമുണ്ട്. പക്ഷെ കൂരിരുട്ടാണ്. ഗുഹയിൽ കൂടി അങ്ങനെ ഈ വാനര സൈന്യം ഓരോരുത്തരായിട്ട് പോവുകയാണ്. ഹനുമാനാണ് മുൻവശത്തും. ഓരോരുത്തരെയും പിടിച്ച് ലക്ഷക്കണക്കിനുള്ള വാനര ഗുഹയിൽ കൂടെ അകത്തേക്ക് കയറി. അവർ ചെന്ന് പെടുന്നത് ഒരു തടാകത്തിലാണ്. തടാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണനീയമാണ്, ഭയങ്കര, അതിന് നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയാണ്. വളരെ മനോഹരമായ ഒരു തടാകം. ആ തടാകം എന്ന് പറഞ്ഞാൽ രത്നങ്ങളും വസ്ത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന തടാകം. ആ തടാകത്തിന്റെ തീരത്താണെങ്കിൽ ഒരുപാട് ഫലവൃക്ഷങ്ങൾ, തേന്, അതെല്ലാം ഉണ്ട്. അങ്ങനെ ഭയങ്കര വർണ്ണിക്കാൻ പറ്റാത്ത ഒരു തടാകമാണ് ആ ഭാഗത്ത് കാണുന്നത്. അന്നേരം ആ തടാകത്തിന്റെ അടുത്ത് ചെന്ന് അവര് ഒരു പീഠത്തില് ഒരു തരുണീമണി, അതായത് സുന്ദരിയായ ഒരു സ്ത്രീ, യോഗയിലിരിക്കുന്ന ഒരു സ്ത്രീയെ കാണുകയാണ്. അന്നേരം ഹനുമാനും എല്ലാവരും ചെന്ന് ആ സ്ത്രീയെ വണങ്ങുകയാണ്. ആ സ്ത്രീയെ വണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവര് കണ്ണു തുറന്ന് നോക്കി അവർ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ സത്യം വെളിപ്പെടുത്തുക. അന്നേരം അവരുടെ സത്യം വെളിപ്പെടുത്തുകയാണ്. അതായത് ഞങ്ങൾ ദശരഥപുത്രനായ ശ്രീരാമനും ലക്ഷ്മണനും സീതയും കൂടെ വനത്തിൽ വരുന്ന വിവരവും, വനാന്തരത്തിൽ വെച്ച് രാക്ഷസൻ ആയ രാവണൻ സീതയെ അപഹരിച്ച കാര്യവും, ആ സീതാന്വേഷണത്തിനായി ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്ന കാര്യമൊക്കെ
ഈ പിന്നെ അവരോട് പറയുകയാണ്. അന്നേരം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് വളരെ സന്തോഷമായി. അന്നേരം അവർ പറഞ്ഞു, ഇനി ഭഗവതിയുടെ കാര്യം വെളിപ്പെടുത്താൻ പറഞ്ഞു നിക്ക്, നിങ്ങൾ പോയി നന്നായിട്ട് ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് വരിക. അവർ പോയി. വിശന്നും ദാഹിച്ചിരിക്കുന്ന ആൾക്കാരാണ് അവരെല്ലാം. ആ പിന്നെ പൂന്തോട്ടത്തിലും അവിടെ പോയി നല്ല ഫലഭക്ഷണങ്ങളൊക്കെ കഴിച്ച് തേനൊക്കെ കുടിച്ച് തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇനി അവിടുത്തെ കാര്യം പറഞ്ഞാലും. എൻ്റെ പേര് സ്വയംപ്രഭയാണ്. എൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ വിശ്വകർമ്മയുടെ മകളായ ഹേമ ആണ് ഈ തോട്ടത്തിൻ്റെയൊക്കെ യഥാർത്ഥ ഉടമ. വിശ്വസുന്ദരിയും നല്ല നർത്തകിയുമായിരുന്നു ഹേമ. വിശ്വകർമാവിൻ്റെ മകളാണ്. അങ്ങനെ ഹേമ ഭഗവാൻ പരമശിവന്റെ മുൻപിൽ തൻ്റെ നൃത്തം അവതരിപ്പിക്കുകയാണ്. നൃത്തം അവതരിപ്പിച്ച് ഭഗവാൻ ഹേമൻ സന്തുഷ്ടയായി. ആ ഭഗവാൻ കൊടുത്ത ഈ തടാകവും ഈ കാണുന്ന സ്ഥലമൊക്കെ ഹേമയ്ക്ക് ഭഗവാൻ പരമശിവൻ കനിഞ്ഞ് അരുൾ ചെയ്ത് കൊടുത്ത സ്ഥലമാണ് അത്. വർഷങ്ങളോടും ദശാവർഷങ്ങളോടും ഹേമ ഇവിടെ താമസിച്ച് ആ ഹേമ സ്വർഗം പൂണ്ടപ്പോഴത്തേക്കും, വിഷ്ണുപാദം പൂണ്ടപ്പോഴത്തേക്കും ഹേമയുടെ ശിഷ്യയായ സ്വയംപ്രഭയായ എനിക്ക് ഈ വാസം സ്ഥലം തന്നു. പോകുന്നതിന് മുമ്പ് ഹേമ പറയുകയുണ്ടായി, അതായത് ത്രേതായുഗത്തിൽ ശ്രീരാമൻ വനത്തിൽ വരികയും സീതയെ ഇങ്ങനെ രാക്ഷസൻ മോഷ്ടിച്ചിട്ട് പോകുന്ന കഥയും, അത് കഴിഞ്ഞ് സീതാന്വേഷണത്തിനായി വാനര സൈന്യം ഇവിടെ വരുമെന്ന് അവരോട് പറയുകയാണ്. അന്നേരം ഈ വാനര സൈന്യത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നെ സ്വയംപ്രഭയുടെ കഥകളൊക്കെ വാനരോട് പറയുകയാണ്. അന്നേരം ഒരു സ്വയംപ്രഭ വളരെ സന്തുഷ്ടയായി. അന്നേരം വാനരോട് പറയുകയാണ്, നിങ്ങൾ കണ്ണടച്ചിരിക്കുക. അന്നേരം വാനരെല്ലാം കണ്ണടച്ചു. കണ്ണ് തുറന്നപ്പോൾ അവര് ആ സ്ഥലമൊക്കെ വിട്ട് കാട്ടിൽ അവരുടെ മാർഗത്തിലെത്തിയിരിക്കുകയാണ്. സീതാന്വേഷണത്തിലുള്ള മാർഗം അവര് അതിൽ. സ്വയംപ്രഭ ശ്രീരാമനെ തേടി ശ്രീരാമസന്നിധിയിൽ വരികയാണ്. ശ്രീരാമനെ വലം വെച്ച് ശ്രീരാമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രീരാമന്റെ അനുഗ്രഹം, ശ്രീരാമന്റെ ചുറ്റും നടന്ന് ശ്രീരാമനോട് അനുഗ്രഹം വാങ്ങിച്ച് അത് കഴിഞ്ഞ് ശ്രീരാമനെ സ്തുതിക്കുകയാണ് സ്വയംപ്രഭ. അനേകം വാക്കുകൾ കൊണ്ട് ശ്രീരാമനെ സ്തുതിച്ചിട്ട് ശ്രീരാമനോട് അനുഗ്രഹം വാങ്ങിക്കുകയാണ്, എനിക്കൊരു വരം തരണം. അന്നേരം ശ്രീരാമൻ ആ വരം അനുഗ്രഹിച്ചിട്ട് പറയാൻ, നീ വിന്ധ്യാചലം പോയി അവിടെ താമസിക്കുക. അവിടെ താമസിച്ച് ശ്രീരാമഭക്തിയോടെ ശ്രീരാമനെ സ്തുതിച്ച് അവിടെ താമസിക്കുക. അതിനുശേഷം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട നിന്റെ ശരീരം പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിച്ച് അത് സായുജ്യം നേടി നീ വിഷ്ണുപാദം പൂണ്ട് ഈ ജന്മ മരണത്തിൽ നിന്നും നീ മുക്തി നേടി നീ സന്തുഷ്ടമായിട്ട് ജീവിക്കുക എന്നുള്ള അനുഗ്രഹം കൊടുക്കുകയാണ് ഭഗവാൻ. അങ്ങനെ ഇന്നത്തെ സാരാംശം സാരിപ്പിക്കുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ. ഹരി ഓം. ഹരി ഓം. SPYSS NYC മലയാളം ഓൺലൈൻ നടത്തിവരുന്ന രാമായണ പാരായണത്തിലെ 16-ാം ദിവസത്തെ രാമായണ പാരായണം വളരെ ഭംഗിയായി തന്നെ പര്യവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് പാരായണം ചെയ്യാനെത്തിയ ശ്രീമതി ജിജി അജയകുമാർ അക്ക, ശ്രീ അജയകുമാർ അണ്ണൻ, ശ്രീമതി ആശ സുരേഷ് അക്ക, ഇവർക്ക് വളരെയധികം നന്ദി ഞാൻ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഗീത ജയപ്രകാശ് അക്കയ്ക്ക് അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കാത്തതിനാൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഒരുപാട് ശ്രമം നടത്തി സാധിക്കാതെ പോയി. ഒപ്പം അതുപോലെ തന്നെ പുഷ്പ സുരേന്ദ്രൻ അക്കയ്ക്ക് വരാൻ സാധിച്ചില്ല. പക്ഷെ ഇവരുടെ റോളുകൾ വളരെ ഭംഗിയായി തന്നെ സമയോചിതമായിട്ട് രമ നായർ അക്കയും ഗിരിജ ആർ അക്കയും കൂടി ചേർന്ന് വളരെ ഭംഗിയായിട്ട് തന്നെ പാരായണം ചെയ്തു ഇത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം ബാക്കപ്പിൽ നിന്ന് വളരെ ശ്രദ്ധാപൂർവം ആരൊക്കെയുണ്ട്, ചൊല്ലാൻ ആൾക്കാരുണ്ടോ എന്നൊക്കെ വളരെ ടെൻഷനോടുകൂടി ഇരിക്കുന്നവരാണ് ഇവർ. അപ്പൊ വളരെ സമയോചിതമായി തന്നെ അവർ ഇടപെട്ട് നന്നായിട്ട് തന്നെ ഈ പാരായണം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം ശ്രീ വാസുദേവൻ അണ്ണൻ
സാരാംശം വളരെ ഭംഗിയായിട്ട് തന്നെ വിവരിച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകം അണ്ണന് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. പിന്നെ അപ്പോ ഇന്ന് എനിക്ക് ഈ ഒരു അവസരം നൽകിയ പ്രത്യേകിച്ച് ഗിരിജ നായർ അറക്കയോട് ഞാൻ വളരെയധികം സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. കാരണം ഞാൻ എല്ലാത്തിനും പിൻവലിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നെ ഇതിലേക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇതിലേക്ക് എന്നെ എപ്പോഴും കൊണ്ടുവരുന്നത് ഗിരിജ അക്കയാണ്. അക്കയ്ക്ക് പ്രത്യേകം നന്ദി. ഒപ്പം തന്നെ ഇതിന്റെ ഭാരവാഹികൾ, ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാവരും, SPYSS ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും, ഓരോരുത്തർക്കും വളരെയധികം അകമഴിഞ്ഞ് ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ ഒരു സംഘടനയും ഈ ഒരു പ്രവർത്തനവും കൊണ്ട് ഇങ്ങനത്തെ മേഖലകളിലേക്ക് ഞാൻ ഒരിക്കലും വരാൻ സാധിക്കുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഇതില് ജോയിൻ ചെയ്ത ശേഷം ഒരുപാട് ഇതുപോലുള്ള പരിപാടികൾക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ എന്നെ ഇതിലേക്ക് പങ്കെടുപ്പിച്ച് ഇതിന്റെ ഒരു ഭാഗമാക്കിയതിൽ ഞാൻ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരെയും ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പൊ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഇതിന്റെ ഓരോരുത്തരോടും ഞാൻ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. ഇനി ലോക കല്യാണ മന്ത്രം ചൊല്ലാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖമാപ്നുയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.